ചാമ്പിയൻ ഓയിൽ ആണ് അല്ലെ. ചാമ്പിയൻ. അപ്പം എന്താണ് ചാമ്പിയൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ചെറിയ രീതിയിലുള്ള മസ്കുലാർ പെയിൻ, മസ്കുലാർ ഏക്കിലും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തൊലിപ്പുറത്തുള്ള ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള ഒരു പ്രതിവിധിയാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാളും ഒക്കെ ഉപരി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നതാണ് മസാജ് ചെയ്യുക. ആയുർവേദത്തിലാണെങ്കിൽ അഭ്യംഗം എന്ന് പറയും അല്ലെ. സ്കിന്നിൽ മസാജ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾക്ക് മസാജിങ്ങിന് ഉപയോഗിക്കാനായിട്ട് അല്ലെ, എണ്ണ തേച്ച് കുളി അല്ലെ, അതൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പിയൻ എന്ന് പറയുന്നത്. അപ്പം അഭ്യംഗം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ആയുർവേദത്തില് ബ്രാഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷഃ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. ആയുർവേദത്തിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ആള് കൃത്യമായിട്ട് എപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. കാലത്തെ ഏത് സമയത്ത് എഴുന്നേൽക്കണം, എഴുന്നേറ്റതിന് ശേഷം പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് വെച്ച് പല്ല് തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്, വാഗ്ഭടാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ് അഭ്യംഗത്തെ പറ്റിയിട്ടുള്ളത്, അതായത് എണ്ണ തേക്കുന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് അഭ്യംഗമാചരേ നിത്യം സ ജരാശ്രമ വാദജാഹ ദൃഷ്ടി പ്രസാദ പുഷ്ടി ആയുഹു സ്വപ്ന സുത്വ ധാർഢ്യകൃത് ശിരഃ ശ്രവണപാദീഷു തം വിശേഷേണ ശീലയേത്. അതായത് അഭ്യംഗമാചരേ നിത്യം, അതായത് എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് നിർബന്ധമാക്കണം. നിത്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നത്. എന്തിനാണ്? അതെന്താണ് നൽകുന്നത്? ദൃഷ്ടിപ്രസാദ പുഷ്ടി ആയുഹു, അതായത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നല്ല പോലെ ധാർഢ്യം, നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് തരുന്നതാണ്. സ്വപ്നം, നന്നായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അറിയാം അല്ലെ. വാദം, ഞാൻ നേരത്തെ നോവേദന ജെല്ലില് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, വാർദ്ധക്യത്തിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും വാദവർദ്ധനവ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ വേദനയ്ക്കൊക്കെ കാരണം വാദദോഷമാണ്. അപ്പൊ ആ ഒരു വാദത്തെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് എണ്ണ തേക്കുന്നത് എന്ന് പറയുന്നത്. വാദത്തെ നിവാരണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും എവിടെയാണ് ഇത് തേക്കേണ്ടത്? ശിരഃ ശ്രവണപാദീഷു തം വിശേഷേണ ശീലയേത്. അതായത് പ്രത്യേകിച്ചും നിങ്ങളുടെ തലയിലും ചെവിയിലും അതേപോലെ തന്നെ പാദത്തിലുമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, തേക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള എണ്ണ തേക്കുന്നതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം അറിയാം അല്ലെ, എണ്ണ തേച്ച് നമ്മൾ എണ്ണ ഫുൾ ശരീരത്തിൽ തേച്ച് കുറച്ചു നേരം ഒരു 30-45 മിനിറ്റ് നിന്ന് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് വളരെ ഒരു ഉന്മേഷമാണ്, ഇത് ചെയ്ത ആൾക്കാർക്ക് അറിയാം, വളരെ നല്ലൊരു ഉന്മേഷമാണ് ഉണ്ടാവുന്നത്. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്, നമ്മളുടെ സ്കിന്നിലൊക്കെ നല്ലൊരു ഗ്ലോ ആണ്, നമ്മളുടെ മനസ്സിനൊക്കെ ഒരു മെന്റൽ അലേർട്ട്നെസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. നമ്മളുടെ സന്ധികളിലൊക്കെ ഒരു ലൂബ്രിക്കേഷൻ തരുന്നതാണ്, മസിൽ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ളതൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളതാണ് എണ്ണ തേക്കുന്നത്. അപ്പം അത്തരത്തിൽ എണ്ണ തേക്കാനായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ചാമ്പിയൻ എന്ന് പറയുന്ന ആ ഒരു തൈലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഓരോ മുക്കിലും മൂലയിലുമായിട്ടാണ് സ്പാ വരുന്നത് അല്ലെ. സ്പാ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഒരുപാട് മസാജ് സെന്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരാണ് അവിടെ പോയിട്ട് മസാജ് ചെയ്യുന്നത്. അപ്പം അത്രയധികം മാർക്കറ്റ് വാല്യൂ ആണ് ഈ പറയുന്ന മസാജിങ്ങിന് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ചാമ്പിയൻ എന്ന് പറയുന്ന ഈ ഒരു ഓയില് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പിയൻ. ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതില് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതും അതേപോലെ തന്നെ എണ്ണയിൽ അലിഞ്ഞു ചേരുന്നതുമായിട്ടുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഞങ്ങൾ കുറുന്തോട്ടി ഇട്ടിട്ടുണ്ട്, മുതിര, കണ്ടകാരി ചുണ്ട, മഞ്ചട്ടി, ടീ ട്രീ ഓയിൽ, വേപ്പെണ്ണ, അതേപോലെ തന്നെ ഉഴുന്ന്, എള്ളെണ്ണ, തേജപത്രം ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേതായിട്ടുള്ളതാണ് ഇതിൽ എള്ളെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എള്ളെണ്ണയുടെ ഗുണം എന്താണ്? അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി
നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു കഴിവാണ് ഇതിന് ഉള്ളത്. അപ്പം ഇത് എവിടെയൊക്കെ തേക്കാം? എല്ലാ ഭാഗങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തേക്കാം, മുഖത്ത് തേക്കാം, അല്ലെ, തൊലിപ്പുറത്ത് തേക്കാം, അതേപോലെ തന്നെ മുടിയിലും തേക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തല മുതൽ കാല് വരെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഉൾപ്പെടുത്താൻ, ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിധി പ്രകാരമാണ് ചാമ്പ്യൻ തൈലം ഉണ്ടാക്കിയിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ഏത് വിധി പ്രകാരമാണ്? അതാണ് തൈലപാക വിധി എന്ന് പറയുന്നത്. എന്താണ് തൈലപാക വിധി എന്ന് പറയുന്നത്? ആയുർവേദത്തില് ഒരു വിഭാഗമുണ്ട്, ഒരു സബ്ജക്ട് ഉണ്ട്, ഒരു വിഷയം വരുന്നതാണ് ഭൈഷജ്യ കൽപ്പന എന്ന് പറയുന്നത്. ഭേഷജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധം, അതിന്റെ കൽപ്പന, അതിന്റെ ഫോർമുലേഷൻസ്. അതായത് ഒരു ഔഷധങ്ങളാൽ പല വിധത്തിലുള്ള കൽപ്പനകൾ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചരകാചാര്യനാണ് പറഞ്ഞിരിക്കുന്നത് 5 കൽപ്പനകളായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം, ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വരസം, കൽക്കം, കഷായം, ഹിമം, ഫാണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഔഷധത്തിന്റെ നീരെടുക്കാം, അല്ലെ, അതൊരു കൽപ്പനയാണ്. കൽക്കം, അതിന്റെ പേസ്റ്റ് ആക്കാം, അല്ലെ, അത് ചതച്ചിട്ട് അതിന്റെ പേസ്റ്റ് ആക്കാം. അതിന്റെ കഷായം വെക്കാം, അതിന്റെ തണുത്തതായിട്ടുള്ള ഒരു രാത്രിയിൽ വെച്ചതിന് ശേഷം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചൂടുവെള്ളത്തിലിട്ട് ഇട്ട് തിളപ്പിച്ചതായിട്ടുള്ളതും ഉപയോഗിക്കാം. അങ്ങനെ 5 വിധത്തിലുള്ള കൽപ്പനകളാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയുള്ള കൽപ്പനകളാണ് തൈല കൽപ്പന, ഘൃതകൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്രകാരമാണ് എണ്ണ ഉണ്ടാക്കേണ്ടത്, എണ്ണ കാച്ചേണ്ടത് ഇപ്രകാരമാണ്. അതേപോലെ തന്നെ നെയ്യ് ഉണ്ടാക്കേണ്ടത്, നെയ്യിൽ ഒരുപാട് തരത്തിലുള്ള നെയ്യൊക്കെ വരുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇപ്രകാരമാണ് നെയ്യ് ഉണ്ടാക്കേണ്ടത്, നെയ്യില് ഇപ്രകാരമാണ് ഔഷധങ്ങള് ഒക്കെ കാച്ചിട്ട് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിധിയൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാമ്പ്യൻ ഓയിൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തൈലപാക വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഈ പറയുന്ന ചാമ്പ്യന് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എപ്രകാരമാണ്, എന്താണ് ഈ തൈലപാക വിധി എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ്, നമ്മളിപ്പം കുറെ ഞാൻ പറഞ്ഞു, അല്ലെ, ഔഷധങ്ങൾ പറഞ്ഞു. കുറുന്തോട്ടിയുണ്ട്, മുതിരയുണ്ട്, അങ്ങനെ കുറെ ഔഷധങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. മഞ്ചട്ടി. അപ്പം ഈ ഔഷധങ്ങളുടെയൊക്കെ ആദ്യം വെക്കേണ്ടത് കഷായം വെക്കണം. അപ്പൊ കഷായം വെക്കാൻ പല ആചാര്യന്മാര് പല ഒപ്പീനിയനാണ്, നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 16 ഇരട്ടി വെള്ളത്തില് അതിനെ 8 ഇരട്ടിയായി വറ്റിക്കാൻ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 8 ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിനെ 4-1 അല്ലെ, 4 അതിനെ വറ്റിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ, അതായത് അങ്ങനെ വറ്റിച്ചെടുക്കാൻ പറയുന്നത് എന്താണ്? അത്രയ്ക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ലഭിക്കേണ്ടത്. അപ്പം അതാണ് കഷായം എന്ന് പറയുന്നത്. അപ്പം അതില് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? കഷായം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളുടെ കഷായം വെക്കും. അപ്പൊ ആ കഷായം വെച്ചതിന് ശേഷം അതിനെ നമ്മൾ അരിപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ അരിച്ചെടുക്കും. അപ്പൊ അതിലുള്ള ആ ഔഷധങ്ങളൊക്കെ പോയി അതിന്റെ ഔഷധ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ വെള്ളത്തിലേക്ക്, അല്ലെ, കഷായത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിരിക്കും. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് പേസ്റ്റ് ആക്കും. ഈ പറഞ്ഞ ഔഷധക്കൂട്ടുകളുടെ പൊടി അല്ലെങ്കിൽ ചൂർണം എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ടോ അതിനെ പോട്ടലി ആക്കും. പോട്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഴി പോലെ, അത് ഒരു ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത്തരത്തിൽ ഒരു കിഴിയായിട്ട് കെട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ പോട്ടലിയും നമ്മളുടെ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കഷായവും കൂടി എണ്ണയിലേക്ക് ആഡ് ചെയ്യും. ഈ മൂന്നാമത്തെ പിക്ചറിൽ നോക്കിയാൽ അറിയാം. അപ്രകാരം എണ്ണയിൽ വെച്ചതിന് ശേഷം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നേരം തിളപ്പിക്കണം? അതിലെ വെള്ളത്തിന്റെ അംശം തീർത്തും പോകുന്നത് വരെ തിളപ്പിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തൈലപാകവിധി എന്ന് പറയുന്നത്. ഇപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന ഓയില്. അപ്പം ഇതിന്റെ ഈ ഔഷധങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ കുറുന്തോട്ടി എന്ന് പറയുന്നത് വളരെയധികം വലിയ വാതഹരമായിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. മുതിര എന്ന് പറയുന്നത് ആന്റി ഇൻഫെക്റ്റീവ് കർമ്മങ്ങളുണ്ട്. മഞ്ചട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു തൊട്ടു മുന്നിൽ വൂണ്ട് ഹീലിംഗിൽ, അല്ലെ, മഞ്ചട്ടിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. മഞ്ചട്ടി എന്ന് പറയുന്നത് വർണ്ണ്യമാണ്, സ്കിന്നിന് കുറച്ചൊരു ഒരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് മഞ്ചട്ടി എന്ന് പറയുന്നത്. പിന്നെ ഉഴുന്നൊക്കെ കുറച്ചുകൂടി നമ്മളുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, മസിൽ ടോൺ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഉഴുന്ന്. ഞവരാരി, അതേപോലെ തന്നെ വേപ്പെണ്ണ എന്ന് പറയുന്നത് അറിയാം, അല്ലെ, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളാണ് വേപ്പിനുള്ളത്. അപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചില്, ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക്
നമ്മുടെ ചാമ്പ്യൻ ഓയിൽ പുരട്ടാവുന്നതാണ്. അതോടൊപ്പം ഇതിൽ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീ ട്രീ ഓയിലിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ആന്റി ഡ്രാൻഡ്രഫ് കർമ്മം കൂടിയിട്ടാണ് ഉള്ളത്. അതായത് താരനെ നിവാരണം ചെയ്യുക എന്നുള്ളൊരു കർമ്മം കൂടിയിട്ടാണ് നമ്മളുടെ ടീ ട്രീ ഓയിലിൽ ഉള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിൽ അധികം പ്രോഡക്ട്സ് ഒന്നും തന്നെ മാർക്കറ്റിൽ ലഭ്യമായിട്ടില്ല. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇത് നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മളുടെ തലയോട്ടീന്റെ ആരോഗ്യം ഹെയർ ഒക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നതാണ്. നമ്മളുടെ കൈകളിലൊക്കെ ഒരു സ്റ്റിഫ്നെസ്, ഞാൻ നേരത്തെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഞാൻ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നോവേദനയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകുന്നു റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ. അപ്പം അത്തരത്തിലുള്ള സ്റ്റിഫ്നെസ് ഒന്നും വരാതെ അതിനെ നിവാരണം ചെയ്യാനായിട്ടും താരൻ അകറ്റാനായിട്ടും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ ശരീരത്തിന്റെ ആഴത്തിലേക്ക്, തൊലിയിൽ നിന്നും ആഴത്തിലേക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു കർമ്മമൊക്കെയാണ് നമ്മുടെ ചാമ്പ്യൻ തൈലത്തിൽ ഉള്ളത്. ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കയ്യിലേക്ക് എടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് എന്ന് വെച്ചാൽ ഫുൾ ഞാൻ പറഞ്ഞു എണ്ണ തേച്ച് കുളി ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു, അഭ്യംഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്തതിനു ശേഷം ഒരു 30 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് കുളിക്കാനായിട്ട് പോകേണ്ടത്. അപ്പൊ കുളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. സോപ്പ് കഴിവതും ഉപയോഗിക്കരുത്. കാരണം ചെറിയ രീതിയിലുള്ള ആ ഒരു ഓയിലിന്റെ അംശം, ആ ഒരു എണ്ണയുടെ അംശം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ഇതപ്പം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം. 3 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം കുട്ടികൾക്കൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം അതിനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു എണ്ണയാണ്, ഒരു തൈലമാണ് ചാമ്പ്യൻ തൈലം. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളമാണ്? 5000 കോടിയിലും അധികമാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 100 കോടി ഇന്ത്യക്കാർക്കൊക്കെയാണ്, അതിന്റെ ഒരു കണക്കെടുത്തപ്പോഴത്തേക്കും 100 കോടി ഇന്ത്യക്കാരൊക്കെയാണ് ഈ പറയുന്ന മസാജിങ്ങിനും അതുവഴി ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിലും ഒക്കെ പ്രാധാന്യം നൽകുന്നതായിട്ടുള്ളത്. അതായത് വളരെ വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ ഉള്ളത്. ഈ ചാമ്പ്യന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് ചാമ്പ്യൻ വാങ്ങിക്കാനായിട്ട് വരിക. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തേച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു 30 മിനിറ്റ് നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് മാത്രമേ കുളിക്കാൻ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പം ഇരിക്കുമ്പോൾ പോയിട്ട് AC ഒക്കെ ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇരിക്കാം എന്ന് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ AC ഓൺ ചെയ്യുകയും ചെയ്യരുത്. എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും ഇരിക്കരുത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സോപ്പ് ഉപയോഗിക്കരുത്. വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള പയർ പൊടിയൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇത് പുറമേ ഉള്ളൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് കണ്ണിന്റെ അകത്തൊന്നും പോയിട്ട് തേക്കാതെ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള ഇറിറ്റേഷൻ ഒക്കെയാണ് എന്നും കരുതി വലിയ രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള സ്കിൻ ഡിസോർഡേഴ്സ്, അതായത് ഇപ്പം സോറിയാസിസ് അത്തരത്തിലുള്ളതിലൊന്നും ഇത് ഉപയോഗിക്കരുത്. അതെല്ലാം മാറും എന്ന് പറഞ്ഞ് ഇത് കൊടുക്കരുത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മുടി കൊഴിച്ചിലൊക്കെ തടയും എന്ന് പറഞ്ഞിരുന്നു എന്നും കരുതി അലോപേഷ്യ എന്ന് പറഞ്ഞു, ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് വട്ടത്തില് കഷണ്ടിയാകുന്നത് ഇത്രയും വട്ടത്തിൽ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചാമ്പ്യൻ തേച്ചാൽ മതി, മുടി കൊഴിച്ചിൽ പോകും, അല്ലെങ്കിൽ അതിനെ നിവാരണം ചെയ്യും, അതിനൊരു പ്രതിവിധിയാണ് എന്ന് പറഞ്ഞു ഒരിക്കലും കൊടുക്കരുത്. അതേപോലെ തന്നെ മസിൽസിന്റെ ടോണിനൊക്കെ സഹായിക്കുന്നു എന്നും വെച്ച് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട്, ഒരു വ്യാധി ഉണ്ട്, ഒരു ഡിസീസ് ഉണ്ട്, അവിടെയും കൊണ്ടുപോയിട്ട് ചാമ്പ്യൻ തേക്കരുത്. അവിടെ ഒക്കെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ആണ്, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ ഓർത്തു വെക്കേണ്ടത്? ഇതില് തൈലപാക വിധിയിലാണ്, സെസമം ഓയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതില് നമ്മൾ എല്ലാവർക്കും എവിടെ മുതൽ എവിടം വരെ തേക്കാം, തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും, അതായത് മുഴുവൻ ശരീരത്തിലും തേക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്.